നന്മകൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ബന്ധങ്ങൾക്ക് ശക്തി കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഒരു ചിറകിനടിയിൽ, അതായത് ഭർത്താവ്, ഭാര്യ, മക്കൾ എന്നുള്ള കുടുംബം ഒരു ചിറകിൽ ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവരെ, അച്ഛനെയും അമ്മയെയും മറ്റു സ്ഥാപനങ്ങളിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കിടയിൽ ശ്രീനിവാസൻ്റെ മക്കൾ രണ്ടുപേരും ഒരു പുതിയ ചരിതം രചിച്ചിരിക്കുന്നു. അവർ ശ്രീനിവാസൻ്റെ പേരിൽ സിനിമാ കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് ചില പ്രശ്നങ്ങളുണ്ടായി. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്മ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പലർക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നന്മ മാത്രം ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറേ പേര് നമ്മുടെ രാജ്യത്തുണ്ട്. നിങ്ങളതിന് പല കാരണങ്ങളും പറയുമായിരിക്കാം, പല വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുമായിരിക്കാം. എന്തായാലും കുറേ നല്ല കാര്യങ്ങൾ കുറച്ച് പേര് ചെയ്യുന്നുണ്ടല്ലോ, അത് ആശ്വാസകരമാണ്. പിന്നെ നമ്മൾ പറയുന്നത് എന്താ, ഇത്രയൊക്കെ ജനം നന്നായിട്ട്, രാജ്യം പുരോഗമിച്ചിട്ട്, ഭരണം നന്നായിട്ട് ഒക്കെ ഉണ്ടെങ്കിലും ഈ രാജ്യത്ത് അനാഥാലയങ്ങൾ വളർന്നു വരുന്നു. അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് AC മുറികൾ, AC ഫ്ലാറ്റുകൾ, AC ആതുരാലയങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുകയാണത്. ഒരു സ്വർണ്ണ കൂട്ടിലായാലും തത്തയ്ക്ക് സ്വാതന്ത്ര്യമില്ല. അതുതന്നെയാണ് ഇവിടെ പലരും പറയുന്നത്. എത്ര സുഖസൗകര്യങ്ങളുണ്ടായാലും ശരി, സ്വർണ്ണ തടവറയിൽ കിടക്കുന്ന അനുഭവം തന്നെയാണ് പലർക്കും. അങ്ങനെ ഉള്ള അവസരത്തിലാണ് പ്രത്യേകിച്ച് സിനിമയിലെന്ന് പറഞ്ഞാൽ സിനിമയെക്കുറിച്ചാണല്ലോ എല്ലാവരും മോശമായിട്ട് പറയാറ് പല കാര്യങ്ങൾക്കും. ഇപ്പോഴിതാ നമ്മുടെ പ്രശസ്ത നടനും എഴുത്തുകാരനും സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായ ശ്രീനിവാസൻ്റെ രണ്ട് പുന്നാര മക്കൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും കൊണ്ടൊരു പുതിയ തീരുമാനമെടുത്തു. അവർ രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകുന്നത്. രണ്ടുപേരും പ്രശസ്തരാണ്. ശ്രീനിവാസനെ സംബന്ധിച്ച് അഭിമാനമാണ് മക്കൾ. പക്ഷേ ശ്രീനിവാസൻ ഇപ്പോൾ അഭിനയിക്കുന്നില്ല. ശ്രീനിവാസൻ ലൈവായി നിർത്തണം. അപ്പം അതിനുവേണ്ടി ഈ രണ്ട് മക്കൾ ഒരു കാര്യം ആലോചിച്ചു, അച്ഛനെ ലൈവായി നിർത്തണം. നമ്മൾ സിനിമ നിർമ്മിക്കുന്നുണ്ട്, സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. എന്തുകൊണ്ട് അച്ഛൻ്റെ പേരിലൊരു സിനിമാ കമ്പനി തുടങ്ങിക്കൂടാ? മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആന്റണി പെരുമ്പാവൂർ, പ്രണവ് ഉണ്ട്. മമ്മൂട്ടി മകൻ വിതരണ കമ്പനിയുണ്ട്. മോഹൻലാലും സഹകരിക്കുന്ന കുറേ സിനിമകളുണ്ട്. ദിലീപിനുണ്ട്, പൃഥ്വിരാജിനുണ്ട്. അങ്ങനെ മിക്ക നടന്മാർക്ക് ഇവിടെ സ്വന്തമായി സിനിമാ കമ്പനികളുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ അച്ഛൻ്റെ പേരിൽ തുടങ്ങാം. ആ കാര്യത്തിൽ രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസം ഉള്ളവരാണോ എന്ന്. അത് തീർച്ചയായിട്ടും. കാരണം കാഴ്ചയിലും പെരുമാറ്റത്തിലും ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ കൊണ്ടു നടക്കുന്ന ഒരാളാണ് വിനീത് ശ്രീനിവാസൻ. എന്നാൽ ശ്രീനിവാസൻ ചില കുരുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതാർക്കും ദ്രോഹം ചെയ്യുന്ന രീതിയിലല്ല. ശ്രീനിവാസൻ ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് വിനീത് ശ്രീനിവാസനിലാണത്. എന്നാൽ ധ്യാൻ ശ്രീനിവാസനിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. അതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണത്. പഠിക്കാൻ പോലും മിടുക്കനല്ലാത്ത മകൻ ചിലപ്പോൾ സിനിമയിൽ തിളങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ അത് തിളങ്ങാൻ വിനീത് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് മുമ്പ് ശ്രീനിവാസൻ. ഇപ്പോൾ സ്ഥിതി എന്താ? ഇപ്പം ധ്യാൻ കയറി അങ്ങോട്ട് കൊളുത്തി കഴിഞ്ഞില്ലേ? കൊളുത്തി കഴിഞ്ഞു പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ എല്ലാ സ്വഭാവങ്ങളും എല്ലാം അത് അടിവരയിട്ട് ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ. ഈ പുത്രനാണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ പുത്രൻ ധ്യാൻ ശ്രീനിവാസനാണ് കിട്ടിയിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമകൾ ഓടുന്നതിനേക്കാൾ കൂടുതലായി ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂകളും അഭിപ്രായങ്ങളും കാണാനും കേൾക്കാനുമാണ് പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യം. കള്ളം പറയുകയാണ്, ഇങ്ങനെയും പറയൂ.
അച്ഛനെയും അമ്മയും സഹോദരനെയും മറ്റുള്ളവരടക്കം ഇങ്ങനെ ആക്ഷേപിച്ച് പറയൂ, അതിൽ രസം കണ്ടെത്തുക, അതിൽ തമാശ കണ്ടെത്തുക, അത് കേട്ട് ചിരിക്കുക. അത് തന്നെയല്ലേ ശ്രീനിവാസനും ചെയ്തിട്ടുള്ളത്. ശ്രീനിവാസൻ തന്നെ കരിവാരി തേച്ച് കുറ്റപ്പെടുത്തിയിട്ടല്ലേ പല കഥാപാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. കറുപ്പ് സംസാര വിഷയമായപ്പോൾ ശ്രീനിവാസൻ തൻ്റെ കറുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കഥാപാത്രമുണ്ടാക്കി കുറ്റപ്പെടുത്തിയില്ലേ? അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അത് വിജയിപ്പിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് ശ്രീനിവാസൻ. ആ ശ്രീനിവാസനാണ് പിന്നെ എഴുതി ചുവടൊന്നു മാറ്റി മമ്മൂട്ടിയും മോഹൻലാലിനെ അടക്കമുള്ളവരെ കരിവാരി തേച്ചോ തേച്ചില്ല എന്ന് പറയുന്ന രീതിയിൽ സിനിമകൾ ഉണ്ടാക്കിയത്. മമ്മൂട്ടി പ്രതികരിച്ചില്ല, മോഹൻലാലിന് വേണ്ടി പ്രതികരണമുണ്ടായി, അതൊക്കെ പിന്നത്തെ കുറേ കാര്യങ്ങൾ. അപ്പം എന്തു പറഞ്ഞാലും ശരി, ഇത്രയും പക്വതയോടുകൂടി നർമ്മരസത്തോടുകൂടി പൂവമ്പഴത്തിൽ സൂചി വെച്ചുകൊണ്ട് അത് കടിക്കുമ്പോൾ കൊള്ളു വേദനിക്കുകയും ചെയ്യുന്നതിൽ ഹ്യൂമർ സെൻസുള്ള ശ്രീനിവാസൻ്റെ അതേ പകർപ്പാണ് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പ്രശസ്തരായി. അവരാണ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് അച്ഛൻ്റെ പേരിൽ ശ്രീനിവാസൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിരുന്നത്. ഇനിയിപ്പോൾ അവരെന്താ ചോദിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞാനും സംവിധായകനാണ്, ചേട്ടനും സംവിധായകനാണ്, ഈ സിനിമ ആര് സംവിധാനം ചെയ്യും? വിനീത് പറഞ്ഞു, ഞാൻ തന്നെ, അല്ലാണ്ട് പിന്നെ ആര്, ഞാനല്ലേ മൂത്തത്. ചേട്ടാ, മൂപ്പ് എളുപ്പമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യത്തെ സിനിമയല്ലേ നമ്മുടെ പ്രൊഡക്ഷൻ്റെ, ചേട്ടനേക്കാൾ പ്രേക്ഷകരും ഫാൻസൊക്കെ എനിക്കുണ്ട്, ഞാനായിക്കൂടെ എന്നിരിക്കുകയാണത്. അപ്പോൾ വിനീത് പറഞ്ഞു, ഒരു തർക്കം വേണ്ട, നമുക്കൊരു നറുക്കെട്ടെടുക്കാം. അങ്ങനെ നറുക്കെട്ടെടുത്തിട്ടാണ് വിനീത് ശ്രീനിവാസൻ്റെ പേര് വന്നു. സംവിധായകൻ വിനീത് ശ്രീനിവാസൻ തീരുമാനിക്കുക. അപ്പോൾ നായകൻ ആരായിരിക്കും? അപ്പോൾ നായകൻ ഞാനല്ലേ ചേട്ടാ വേണ്ടത്. ചേട്ടൻ സംവിധാനം ചെയ്യുമ്പോൾ നായക സ്ഥാനത്ത് ധ്യാൻ ശ്രീനിവാസനല്ലേ വേണ്ടത്. നീയും ഒരു നായക കൂട്ടത്തിണ്ടായിക്കോട്ടെ. നമ്മൾ നമ്മുടെ അച്ഛനെയും മോഹൻലാലിനെയും ഒരുമിച്ച് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്തതാണ് വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അത് പ്ലാൻ ചെയ്ത് ഇരുവർക്ക് സമ്മതമായിട്ടപ്പോഴാണ് നമ്മുടെ അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലായത്. അതുകൊണ്ട് ആ പ്രോജക്റ്റിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് നായകൻ വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ മകനും നമ്മളൊക്കെയല്ലേ ചെയ്ത പടം ഹിറ്റാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പടത്തിൽ ആരായിരിക്കണം നായകൻ? അപ്പോൾ ആലോചിച്ച് പ്രണവ് മോഹൻലാൽ. അത് ധ്യാൻ ശ്രീനിവാസൻ എതിർത്തില്ല കേട്ടോ. അങ്ങനെ പ്രണവ് മോഹൻലാലിനാണ് ഇവരുടെ ആദ്യത്തെ സിനിമ, ശ്രീനിവാസൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിലെ നായകനായി പ്രണവ് മോഹൻലാലിനെ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരു ആക്ഷൻ കൂടി മൂടുള്ള സിനിമ കൂടിയാണ്. കാരണം പ്രണവ് ഉണ്ടാകുമ്പോൾ ആക്ഷൻ ഉണ്ടായിരിക്കണം. മോഹൻലാലിനേക്കാൾ അതിമനോഹരമായി ആക്ഷൻ ചെയ്യുന്ന ഒരു യുവ നടനാണ് പ്രണവ് എന്ന് ഒരു പരക്കെ അറിയപ്പെട്ടു തുടങ്ങി. അത് പെരുന്തച്ചൻ കോംപ്ലക്സ് ഒന്നും ഇല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതിന് മുന്നോടിയായിട്ട് വിനീത് ശ്രീനിവാസൻ മറ്റൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, ആക്ഷൻ മൂടുള്ള സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുശേഷമായിരിക്കും ഈ പടം തുടങ്ങുന്നത്. പിന്നെ ഇതിലൊക്കെ ആരൊക്കെ ഉണ്ടാകും എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പലരും ഉണ്ടായിരിക്കും. കാരണം ധ്യാൻ ശ്രീനിവാസനായാലും വിനീത് ശ്രീനിവാസനായും ആരെയും വെറുപ്പിച്ചിട്ടില്ല. എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ നല്ല സിനിമകൾക്ക് പുതിയവർക്കും പഴയവർക്കും അവസരം കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ കമ്പനിയിൽ നിന്ന് മനോഹരമായ സിനിമകളും ഹിറ്റ് സിനിമകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളും.